ആകാശവാണി വാർത്താ വീക്ഷണം. വിപണിയിലെ അവകാശങ്ങൾ. തയ്യാറാക്കിയത് ഗീത എസ് പെരുമൺ, മാധ്യമപ്രവർത്തക. അവതരണം ദീപു എസ് എൽ. ഉപഭോഗത്തിനൊപ്പം ഉൽപാദനവും നടത്തുന്ന ഒരേയൊരു ജീവി മനുഷ്യൻ മാത്രമാണ്. മനുഷ്യൻ സമൂഹജീവിതം തുടങ്ങിയതു മുതൽ സ്ഥിര ആവാസ കേന്ദ്രങ്ങളും മണ്ണിലെ ഉൽപാദന പ്രക്രിയയും അതോടൊപ്പം ഭൂമിയെയും പ്രകൃതിയെയും കീഴടക്കാനുള്ള ഉദ്യമങ്ങളും ആരംഭിച്ചു. പിന്നീട് അധിനിവേശങ്ങളുടെ കാലമായിരുന്നു. അവയെല്ലാം ഉൽപാദന ഉപകരണങ്ങളുടെ ഉടമസ്ഥതയ്ക്കും ഉൽപ്പന്നങ്ങളുടെ കമ്പോളത്തിനും വേണ്ടിയായിരുന്നു എന്ന ചരിത്രം. ആധുനിക ജനാധിപത്യ ബഹുസ്വര കമ്പോള വ്യവസ്ഥയിൽ ഉപഭോക്താവിനും അവകാശങ്ങളുണ്ട്. അവയൊന്നും സൗജന്യമല്ല താനും. മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള അവകാശം. നമ്മുടെ പ്രഭാതം തുടങ്ങുന്നത് പലപ്പോഴും ഒരു കപ്പ് ചായയോടെയാണ്. ആ ചായയിലെ പഞ്ചസാരയും തേയിലയും പാലും എല്ലാം എവിടെയോ നിന്ന് വാങ്ങിയതാണ്. ഒരു കുഞ്ഞിന് വാങ്ങുന്ന പാൽപ്പൊടി മുതൽ വീട്ടിൽ തെളിയുന്ന വിളക്ക്, കുട്ടിയുടെ കയ്യിലെ പേന, അടുക്കളയിലെ അരിയും പച്ചക്കറികളും വരെ നാം ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും വിപണിയുമായി ബന്ധപ്പെട്ടവയാണ്. അങ്ങനെ നോക്കുമ്പോൾ നാം എല്ലാവരും ഒരു വലിയ വിപണിയുടെ നടുവിലാണ് ജീവിക്കുന്നത്. നാം എല്ലാവരും ഉപഭോക്താക്കളാണ്. ഉപഭോക്താവിൻ്റെ അവബോധം ഉയരുമ്പോഴേ നീതിയുള്ള വാണിജ്യ സംസ്കാരവും ഉപഭോക്തൃ സൗഹൃദ നിയമങ്ങളും ശക്തമായി നിലനിൽക്കുകയുള്ളൂ. ജാതി, മതം, വർഗം, വർണ്ണം, ലിംഗം, രാഷ്ട്രീയ ഭേദം എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായാലും ഭാരതീയരായ നമ്മെ ഒരുമിപ്പിക്കുന്ന ഒരു പദമാണ് ഉപഭോക്താവ്. രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയായ രാഷ്ട്രപതി മുതൽ വഴിയരികിലെ യാചകൻ വരെ ഓരോരുത്തരിലും ഉപഭോക്തൃത്വം സജീവമാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആശയം ഭാരതീയ വാണിജ്യ സംസ്കാരത്തിന്റെ അടിസ്ഥാനമായിരുന്നു. പ്രാചീന ഭാരതത്തിൽ വ്യാപാരവും ഉപഭോക്താവും പരസ്പര വിശ്വാസത്തോടെയും ധാർമ്മികതയോടെയും നിലനിന്നിരുന്നു. എന്നാൽ കാലക്രമേണ വിദേശ അധിനിവേശങ്ങളും വിപണി വ്യവസ്ഥയിലെ മാറ്റങ്ങളും വ്യാപാരത്തെ ലാഭകേന്ദ്രീകൃതമായ ഒരു സംവിധാനമാക്കി മാറ്റി. ഉപഭോക്തൃ നന്മയേക്കാൾ ലാഭത്തിനായി ഉപഭോക്താക്കളെ വലിയ തോതിൽ ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. തെറ്റായ പരസ്യങ്ങൾ, നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാപാര രീതികൾ, വ്യാജ ലേബലുകൾ എന്നിവ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളായി ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് ലോകം തിരിച്ചറിഞ്ഞത്. അതിനാലാണ് ഓരോ വർഷവും മാർച്ച് 15-ന് വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ അഥവാ ലോക ഉപഭോക്തൃ അവകാശ ദിനം ആഘോഷിക്കുന്നത്. ഉപഭോക്താവിന്റെ ശബ്ദം ലോകം കേൾക്കേണ്ട ഒരു ദിനം. ഇന്ന് ലോകമെമ്പാടും ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം ഓർക്കുന്ന ഒരു ചരിത്ര നിമിഷമുണ്ട്. 1962 മാർച്ച് 15 അമേരിക്കൻ കോൺഗ്രസിൽ പ്രസംഗിച്ച അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് ലോക ചരിത്രത്തിൽ പുതിയ ഒരു അധ്യായം തുറന്നു. നാം എല്ലാവരും ഉപഭോക്താക്കളാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു സാമൂഹിക പ്രഖ്യാപനമായിരുന്നു. ഉപഭോക്താക്കൾക്ക് 4 അടിസ്ഥാന അവകാശങ്ങളുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സുരക്ഷയുടെ അവകാശം, വിവരങ്ങൾ അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കപ്പെടാനുള്ള അവകാശം എന്നിവയാണവ. ഈ പ്രഖ്യാപനം ലോകമെമ്പാടുമുള്ള ഉപഭോക്തൃ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രചോദനമായി. തുടർന്ന് നിരവധി രാജ്യങ്ങളിൽ ഉപഭോക്തൃ സംഘടനകൾ രൂപപ്പെട്ടു. 1983 മാർച്ച് 15 മുതൽ ലോക ഉപഭോക്തൃ അവകാശ ദിനം ആഘോഷിച്ചു വരുന്നു. ഈ ദിനം ആഘോഷിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഉപഭോക്താക്കളെ അവരുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധവാന്മാരാക്കുക എന്നതാണ്. 2026 ഈ ദിനം ഒരു ശക്തമായ സന്ദേശം ലോകത്തോട് പങ്കുവയ്ക്കുന്നു. സേഫ് പ്രോഡക്ട്സ്, കോൺഫിഡന്റ് കൺസ്യൂമേഴ്സ്, അതായത് സുരക്ഷിത ഉൽപ്പന്നങ്ങൾ, ആത്മവിശ്വാസമുള്ള ഉപഭോക്താക്കൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഒരു ഉൽപ്പന്നം സുരക്ഷിതമാണെങ്കിൽ മാത്രമേ ഉപഭോക്താവിന് അതിനെ വിശ്വാസത്തോടെ ഉപയോഗിക്കാൻ കഴിയൂ. അതിർത്തി കടന്നുള്ള സഹകരണത്തിലൂടെ ഉൽപ്പന്നങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും സുതാര്യതയോടും വിശ്വാസ്യതയോടും കൂടി ലഭ്യമാണെന്നും ലോക ഉപഭോക്തൃ അവകാശ ദിനം ആഘോഷിക്കുന്നതിലൂടെ ഉറപ്പാക്കുന്നു. ഭക്ഷണവും മരുന്നും മുതൽ ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ വരെ വിപണിയിലെ ഓരോ ഉൽപ്പന്നവും സുരക്ഷിതവും വിശ്വസനീയവുമാണെന്ന് ഉറപ്പാക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യകത അത് എടുത്തു കാണിക്കുന്നു. ഉപഭോക്താക്കളെയും സംഘടനകളെയും സഹകരിച്ച് വിപണി എല്ലാവർക്കും സുരക്ഷിതവും നീതിയുക്തവും വിശ്വാസയോഗ്യവുമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ കഴിയുന്നു. ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനം ഉൽപ്പന്നങ്ങളുടെ സുരക്ഷയാണ്. ഉപഭോക്താക്കൾ ദിവസേന ഭക്ഷണ പദാർത്ഥങ്ങളും മരുന്നുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വാങ്ങുന്നു. അവ സുരക്ഷിതമാണെന്ന വിശ്വാസത്തിലാണ് അവർ ഉപയോഗിക്കുന്നത്. എന്നാൽ സുരക്ഷയിൽ വിട്ടുവീഴ്ച സംഭവിക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ ഗുരുതരമായിരിക്കും. ചിലപ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ മനുഷ്യരുടെ ജീവനും ആരോഗ്യത്തിനും തന്നെ ഭീഷണിയാകുന്നു. ഒരു ചെറിയ കളിപ്പാട്ടം കുട്ടിയുടെ കയ്യിൽ പൊട്ടിത്തെറിച്ചാൽ അത് വെറും ഒരു ഉൽപ്പന്നത്തിലെ പിഴവല്ല, അതൊരു സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ പരാജയമാണ്. അതുപോലെ ഒരു ഇലക്ട്രോണിക് ഉപകരണം തീപിടിച്ച് അപകടമുണ്ടാക്കിയാൽ അത് വ്യാപാര പ്രശ്നം മാത്രമല്ല, മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിത ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് ഒരു ഉപഭോക്തൃ അവകാശം മാത്രമല്ല, അത് മനുഷ്യ അവകാശത്തിന്റെ ഭാഗമാണ് എന്ന് ഇന്നത്തെ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിരവധി ഘട്ടങ്ങൾ ആവശ്യമാണ്.
ഉൽപ്പന്നത്തിന്റെ രൂപകൽപ്പന, നിർമ്മാണം, ഗുണനിലവാര പരിശോധന, വിപണിയിലെ നിയന്ത്രണം എന്നീ ഘട്ടങ്ങളിലെ ഓരോ പിഴവുകളും ഉപഭോക്താവിനെ ബാധിക്കും. ഇന്ത്യയിൽ ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിന് ശക്തമായ നിയമ സംവിധാനമുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിയ നിയമമാണ്. ഈ നിയമം ഉപഭോക്താക്കൾക്ക് പരാതി നൽകാനും നഷ്ടപരിഹാരം ലഭിക്കാനും സഹായിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഇന്ത്യയിൽ ഉപഭോക്തൃ കമ്മീഷനുകൾ 3 തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്: ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ കമ്മീഷൻ എന്നിവയാണവ. ഈ സംവിധാനങ്ങൾ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്ന വ്യാപാര രീതികൾക്കെതിരെ നിയമപരമായ സംരക്ഷണം നൽകുന്നു. ഇന്ന് ലോകം ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒരു മൊബൈൽ ഫോണിന്റെ സ്ക്രീനിലൂടെ തന്നെ നമുക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളും വാങ്ങാൻ സാധിക്കുന്നു. ഓൺലൈൻ വിപണി മനുഷ്യജീവിതം വളരെ എളുപ്പമാക്കി, എങ്കിലും അതോടൊപ്പം ചില പുതിയ വെല്ലുവിളികളും സൃഷ്ടിച്ചു. ഓൺലൈൻ തട്ടിപ്പുകൾ, വ്യാജ ഉൽപ്പന്നങ്ങൾ, തെറ്റായ പരസ്യങ്ങൾ, ഡേറ്റ സ്വകാര്യതാ പ്രശ്നങ്ങൾ എന്നിവയാണവ. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഉപഭോക്താക്കൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ഉപഭോക്താവിന് അവകാശങ്ങൾ മാത്രമല്ല, ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഉപഭോക്താവ് വാങ്ങുന്ന ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കണം, ബിൽ വാങ്ങി സൂക്ഷിക്കണം, ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കണം, പ്രശ്നങ്ങൾ ഉണ്ടായാൽ പരാതി നൽകണം. അങ്ങനെയുള്ള ജാഗ്രതയുള്ള ഉപഭോക്താവ് ശക്തമായ വിപണി സൃഷ്ടിക്കുന്നു. സമൂഹത്തിൽ ഉപഭോക്തൃ ബോധവൽക്കരണം വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ഏതാനും ദശകങ്ങളിൽ വിപണിയിൽ ലോകം വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യ ജീവിതത്തെ ഏറെ എളുപ്പമാക്കി. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ മാത്രം ലഭ്യമായിരുന്ന ഉൽപ്പന്നങ്ങളായിരുന്നു നാം ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുമുള്ളവയും നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നു. ഇത് പുരോഗതിയുടെ അടയാളമാണ്. എന്നാൽ ഈ പുരോഗതിയോടൊപ്പം ചില അപകടങ്ങളും ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS മാർക്ക്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ISI മാർക്ക്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI അംഗീകാരം എന്നിവ പോലുള്ള ഗുണനിലവാര ചിഹ്നങ്ങൾ ഉപഭോക്താവിന് ഒരു ഉൽപ്പന്നത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് സൂചന നൽകുന്നു. ജാഗ്രതയുള്ള ഉപഭോക്താവ് ഇത്തരം അടയാളങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. പലപ്പോഴും ഉപഭോക്താക്കൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയാത്തതിനാൽ ചൂഷണത്തിനിരയാകുന്നു. അതുകൊണ്ട് സ്കൂളുകളിലും കോളേജുകളിലും ഉപഭോക്തൃ വിദ്യാഭ്യാസം ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മാധ്യമങ്ങളും സാമൂഹിക സംഘടനകളും ഉപഭോക്തൃ ബോധവൽക്കരണത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. നാം വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ പരിസ്ഥിതി സൗഹൃദമായ മാലിന്യം കുറയ്ക്കുന്ന രീതിയിൽ പുനരുപയോഗിക്കാവുന്നവ ആയിരിക്കണം. ഇതോടൊപ്പം നിർമ്മാതാക്കളും വ്യാപാരികളും അവരുടെ സാമൂഹിക ഉത്തരവാദിത്തം തിരിച്ചറിയണം. ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്ന കമ്പനി അതിന്റെ ഗുണനിലവാരത്തോടൊപ്പം സുരക്ഷയും ഉറപ്പാക്കേണ്ടതാണ്. വിപണിയിലെ ഉൽപ്പന്നങ്ങളുടെ സുരക്ഷ മനുഷ്യർക്കുള്ള സുരക്ഷ മാത്രമല്ല, അത് പ്രകൃതിയുടെയും സുരക്ഷയാണ്. അതുകൊണ്ട് തന്നെ സുസ്ഥിര ഉപഭോഗം എന്ന ആശയം ഇന്ന് ലോകമെമ്പാടും കൂടുതൽ പ്രാധാന്യം നേടുകയാണ്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതും വിപണി മനുഷ്യന്റെ സേവനത്തിനായിരിക്കണം എന്നതും മനുഷ്യ ജീവിതത്തിന്റെ സുരക്ഷയ്ക്കും മാന്യതയ്ക്കും മുൻഗണന ലഭിക്കണം എന്നതും പ്രധാനമാണ്. സമൂഹത്തിൽ ഉപഭോക്തൃ ബോധവൽക്കരണം വളരുമ്പോൾ വിപണിയിലും മാറ്റങ്ങൾ ഉണ്ടാകും. ഉപഭോക്താക്കൾ കൂടുതൽ ജാഗ്രത പുലർത്തുമ്പോൾ നിർമ്മാതാക്കളും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നു. അതുകൊണ്ട് തന്നെ ലോക ഉപഭോക്തൃ അവകാശ ദിനം വെറും ഒരു ആഘോഷ ദിനമല്ല, അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഉപഭോക്താവ് എന്നത് ഒരു വ്യക്തി മാത്രമല്ല, അത് സമൂഹത്തിന്റെ ശക്തിയാണ്. ഒരു ജാഗ്രതയുള്ള ഉപഭോക്താവ് തന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുമ്പോൾ അതിന്റെ പ്രയോജനം സമൂഹം മുഴുവൻ അനുഭവിക്കും. അതിനാൽ സുരക്ഷിത ഉൽപ്പന്നങ്ങൾ, ആത്മവിശ്വാസമുള്ള ഉപഭോക്താക്കൾ എന്നത് ഒരു മുദ്രാവാക്യം മാത്രമല്ല, സുരക്ഷിതവും നീതിയുള്ളതുമായ ലോകത്തിലേക്കുള്ള വഴികാട്ടിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ലോക ഉപഭോക്തൃ അവകാശ ദിനാശംസകൾ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം, വിപണിയിലെ അവകാശങ്ങൾ. തയ്യാറാക്കിയത് ഗീത S. പെരുമൺ, മാധ്യമപ്രവർത്തക.